ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുരന്തങ്ങൾ ഏത് രൂപത്തിലും വരാം, എവിടെ നിന്നും വരാം അല്ലേ? പ്രപഞ്ചത്തിന്റെ അതിരുകൾക്കപ്പുറത്തു നിന്ന് പോലും. അത്തരത്തിൽ ലോകരാജ്യങ്ങളെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു ദുരന്തത്തിലൊന്നാണ് സുനാമി എന്ന വില്ലൻ. ഇന്നത്തെ വീഡിയോയിൽ സുനാമി എന്ന ഭീകരൻ കവർന്നെടുത്ത രാജ്യങ്ങളെക്കുറിച്ചും അതിലൂടെയുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചും കണ്ടാലോ? വെൽക്കം ടു ദ ചാനൽ. എങ്ങനെയാണ് സുനാമി രൂപപ്പെടുന്നതെന്നറിയണ്ടേ? കടലിനടുത്തോ അടിയിലോ ഉണ്ടാകുന്ന ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയവയാണ് തിരമാലകളെ ഇളക്കിവിടുന്നത്. വിമാന വേഗതയിൽ ചീറിപ്പായുന്ന തിരമാല സംഹാര രൂപം കൈക്കൊള്ളുന്നത് കരയിലെത്തുമ്പോഴാണ്. സുനാമി തിരകൾ 100 അടിയിലേറെ ഉയരത്തിൽ ആഞ്ഞടിച്ച സംഭവങ്ങളുമുണ്ട്. വർഷം 2004. ലോകം ക്രിസ്മസ് ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ പ്രകൃതി ഒരു മഹാസംഹാരത്തിന് ഒരുക്കം കൂട്ടുകയായിരുന്നു. ഡിസംബർ 26 ഇന്ത്യൻ സമയം രാവിലെ 6:28 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്തോനേഷ്യക്ക് സമീപമുള്ള സുമാത്രയിൽ അതിശക്തമായ ഒരു ഭൂകമ്പമുണ്ടായി. കടലിനടിയിലായിരുന്നു അതിന്റെ പ്രഭവ കേന്ദ്രം. ഇതേ തുടർന്ന് കടലിൽ അതിഭയങ്കരമായ തിരമാലകൾ രൂപപ്പെട്ടു. ആ തിരമാലകൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കടലിലൂടെ സഞ്ചരിച്ച് വിവിധ രാജ്യങ്ങളുടെ തീരപ്രദേശങ്ങളിലേക്ക് ഇരച്ചു കയറി. എല്ലായിടത്തും കനത്ത നാശം വിതച്ചു. ആ കൊലയാളി തിരമാലകൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ കവർന്നെടുത്തു. ആയിരങ്ങളെ കാണാതായി, അനേകർക്ക് വീട് നഷ്ടപ്പെട്ടു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ സുനാമി ദുരന്തമായിരുന്നു 2024 ഡിസംബർ 26 അന്നുവരെ അധികമാർക്കും അറിവില്ലായിരുന്ന സുനാമി എന്ന പ്രതിഭാസത്തിന്റെ ഭീകരത ലോകം അനുഭവിച്ചറിഞ്ഞു. സുനാമി എന്ന വാക്കുപോലും അന്ന് സുപരിചിതമായിരുന്നില്ല. ഏറ്റവും കൂടുതൽ തവണ സുനാമി ദുരന്തം ഏറ്റുവാങ്ങിയത് ജപ്പാനാണ്. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകൾക്കിടയിൽ 200ഓളം തവണ ജപ്പാൻ തീരപ്രദേശത്തെ സുനാമി വിഴുങ്ങി. സുനാമി എന്ന വാക്കും ജാപ്പനീസ് ഭാഷയിൽ നിന്നു വന്നതാണ്. സു എന്നാൽ തുറമുഖം, നാമി എന്നാൽ തിരമാല എന്നുമാണ് അർത്ഥം. മീറ്ററുകളോളം ഉയരത്തിൽ തിരമാല തുറമുഖത്തെത്തുന്നത് കണ്ട ജപ്പാനിലെ മീൻപിടുത്തക്കാരാണത്രേ ഈ പേരിട്ടത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം ജപ്പാനിലുണ്ടായ സുനാമിയുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. സുനാമിയുടെ ഇരമ്പം കേട്ടപ്പോൾ ശത്രു സൈന്യം വരുന്നെന്നാണ് ഒരു പട്ടാളക്കാരൻ കരുതിയതത്രേ. വീറോടെ വാളുമെടുത്ത് പുറത്തേക്ക് കുതിച്ച അയാളെ എതിരേറ്റത് ആർത്തുലച്ചു വന്ന തിരമാലയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ നാശനഷ്ടങ്ങൾക്കിടയിൽ അയാളുടെ ശരീരം അനക്കമറ്റു കിടന്നു. കയ്യിൽ അപ്പോഴും ആ വാൾ മുറുകെ പിടിച്ചിരുന്നു, മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകം പോലെ. ഇതുപോലെ ഒരുപാട് രാജ്യങ്ങളെ സുനാമി എന്ന വില്ലൻ വിഴുങ്ങിയിട്ടുണ്ട്. സുനാമി മൂലമുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഓരോ രാജ്യങ്ങൾക്കും ഓരോ കഥകളുണ്ടാവും. പേടിപ്പിക്കുന്ന നഷ്ടങ്ങളുടെ കഥ. ഇന്ത്യയുടെ തെക്കുകിഴക്കായി 1400 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സുനാമി തിരമാലകൾ 15 മീറ്റർ വരെ ഉയർന്നതായി പറയപ്പെടുന്നു. നിക്കോബാരീസ് വർഗത്തിൽപ്പെട്ടവരാണത്രേ മരിച്ചവരിൽ കൂടുതലും. ലോകത്ത് ഇന്ന് അവശേഷിക്കുന്ന പ്രാചീന ശിലായുഗ മനുഷ്യരുടെ പിന്തുടർച്ചക്കാരായാണ് സെന്റിനലിസ് വർഗക്കാരെ കരുതുന്നത്. 2004 ഡിസംബറിലെ ഏഷ്യൻ സുനാമി ആൻഡമാൻ നിക്കോബാറിലെ ഈ അപൂർവ ഗോത്രവർഗങ്ങൾക്ക് കനത്ത നാശം വിതച്ചു. പല ഗോത്രങ്ങൾക്കും പുറംലോകവുമായി ബന്ധമില്ലാത്തതിനാൽ ഇവയിൽ പലതിനും വംശനാശം സംഭവിച്ചോ എന്ന് ശാസ്ത്രജ്ഞന്മാർക്കു പോലും ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞിട്ടില്ല. നിക്കോബാരീസ് വർഗത്തിൽപ്പെട്ട 5000-ഓളം പേർക്ക് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. മംഗ്ലോയിഡ് വർഗത്തിലും ആഫ്രിക്കൻ വർഗത്തിലും പെട്ട ഗോത്രവർഗക്കാരാണ് ഇവിടത്തെ നിവാസികൾ. ഗ്രാൻഡ് ബാങ്ക് സുനാമി 1929 നവംബർ 18 വൈകുന്നേരം 5 മണിക്ക് ന്യൂ ഫൗണ്ട്ലാൻഡിൽ വൻ ഭൂചലനം അനുഭവപ്പെട്ടു.
റിക്ടർ സ്കെയിലിൽ 7.2 രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് സുനാമി തിരമാലകൾ രൂപം കൊണ്ടു. ഈ തിരമാലകൾ കാനഡയിൽ വൻ നാശനഷ്ടമുണ്ടാക്കി. ദുരന്തത്തിൽ $4 ലക്ഷം നാശനഷ്ടമുണ്ടായി. 29 പേർക്കാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. പിന്നീട് 1946 USA അലാസ്കയിൽ റിക്ടർ സ്കെയിലിൽ 7.8 രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം അനുഭവപ്പെട്ടു. ഈ ഭൂചലനത്തിൽ 165 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. $26 ദശലക്ഷം നാശനഷ്ടമാണ് ഇതുമൂലമുണ്ടായത്. പിന്നീടങ്ങനെ 1957 മാർച്ച് 9 അലൂഷ്യൻ ദ്വീപുകളിലും 1952 നവംബർ 4 റഷ്യൻ കാംചത്ക ഉപദ്വീപിലും 1964 മാർച്ച് 28 അലാസ്കയിലും 1994 ജൂൺ 3 ഇന്തോനേഷ്യയിലും എന്നിങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ സുനാമി എന്ന വില്ലൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കണക്കാകട്ടെ 1ഉം 2ഉമല്ല, ലക്ഷങ്ങളാണ് വരുന്നത്. ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ്, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളിൽ ബോക്സിംഗ് ഡേ സുനാമി എന്നും മറ്റിടങ്ങളിൽ ഏഷ്യൻ സുനാമി എന്നും അറിയപ്പെടുന്ന 2004 ഡിസംബർ 26 സുനാമി ദുരന്തം 1 ഡസനോളം രാജ്യങ്ങളിലാണ് നാശം വിതച്ചത്. ഈ രാജ്യങ്ങളിലാകെ 1,86,983 പേർ മരണമടഞ്ഞു. 42,883 പേരെ കാണാതായി. അങ്ങനെ ആകെ 2,29,886 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മരണമടഞ്ഞവരിൽ 1/3 പേർ കുട്ടികളായിരുന്നു. ലോകത്ത് ഇതുവരെയുണ്ടായിട്ടുള്ള ഭൂരിപക്ഷം സുനാമികളും പസഫിക് സമുദ്രത്തിലും അതിനോട് ചേർന്ന പ്രദേശങ്ങളിലുമാണ് ഉണ്ടായിട്ടുള്ളത്. സുനാമിയുടെ ഭീകരത ചില കാഴ്ചകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. Como vuelve el mar. പ്രകൃതിയെ മനുഷ്യർ നോവിക്കുമ്പോൾ പ്രകൃതി തിരിച്ചു പ്രതികരിക്കുന്നതിൽ ആരെയാണ് തെറ്റു പറയുക, അല്ലേ? ഇപ്പോൾ സുനാമിയിൽ നിന്നും രക്ഷ നേടാൻ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 1948 പസഫിക്കിൽ ഒരു സുനാമി മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്നു. പസഫിക് സുനാമി മുന്നറിയിപ്പ് സംവിധാനം PTWS എന്നാണ് ഈ സംവിധാനം അറിയപ്പെടുന്നത്. സീസ്മോഗ്രാഫുകൾ ഉപയോഗിച്ച് ഭൂചലനത്തിന്റെ തോതറിയുകയും ഭൂചലനം മൂലം സമുദ്രത്തിലെ ജലനിരപ്പിലുണ്ടാകുന്ന മാറ്റങ്ങൾ രേഖപ്പെടുത്തുകയുമാണ് ഈ കേന്ദ്രം ചെയ്യുന്നത്. ഇതിനായി പസഫിക് സമുദ്രത്തിലുടനീളം സ്റ്റേഷനുകളും സ്ഥാപിക്കപ്പെട്ടു. ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സുനാമി എത്തുന്ന സമയം കണക്കാക്കി ആവശ്യമായ മുന്നറിയിപ്പ് നൽകി ജനങ്ങളെ സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ സാധിക്കുന്നു. 1964 അലാസ്കൻ സുനാമിയോടെയാണ് ഒരു അന്താരാഷ്ട്ര സുനാമി മുന്നറിയിപ്പ് സംവിധാനം വേണമെന്ന ആവശ്യം കൂടുതൽ ശക്തമായത്. പ്രകൃതിയിൽ നിന്നെത്തുന്ന ദുരന്തങ്ങളെ തടയാൻ ഇത്തരം സംവിധാനങ്ങളല്ലാതെ മനുഷ്യർക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയും, അല്ലേ? ഒന്നോർക്കുക, പ്രകൃതിയെ നോവിക്കുമ്പോൾ അതിന്റെ ഇരട്ടിയായി പ്രകൃതി പ്രതിരോധിക്കുമെന്ന സത്യം. ഇത്തരം ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്നറിയാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം ഗൈസ്. ബൈ.